ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ചേരുന്നുണ്ട്. കേൾക്കാമോ സാർ? കേൾക്കാം സാർ, ആ ഒരു പ്രദേശത്ത് നിന്ന് ഇപ്പോൾ കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പോലീസ് ഊർജിത തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സാറിന് എന്താണ് ലഭിക്കുന്നത് ആ പ്രദേശത്ത് നിന്ന് വിവരങ്ങൾ? നമുക്ക് ആ പ്രദേശത്ത് ബ്ലോക്ക് ഓഫീസിന്റെ പുറകുവശത്ത് സെന്റ് ആന്റണീസ് ലോവർ പ്രൈമറി സ്കൂളില് ഇതുപോലെ അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ ചിലർ പഠിക്കുന്നുണ്ട്. ഞാൻ ആ കുട്ടികളെ ആ സ്കൂളിലെ പരിപാടികൾക്ക് പോകുമ്പോഴത്തേക്ക് കാണാറുണ്ട്. അതില് ഒരു കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി, 3 പെൺകുഞ്ഞുങ്ങളാണ് ആ കുടുംബത്തിലുള്ളതെന്നാണ് പറയുന്നത്. അതില് 2 കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായെന്നാണ് പറയുന്നത്. മറ്റു പ്രദേശത്തുള്ളവരല്ല, തമ്മിൽ തന്നെ വഴക്കുണ്ടായി. അമ്മ വല്ല വഴക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബാഗെല്ലാം എടുത്തൊരു പുറത്തേക്ക് പോയെന്നാണ് പറയുന്നത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം സർവ്വ കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിക്കും. പോലീസ് വളരെ ആക്റ്റീവായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ഉടനെ തന്നെ കുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസുമായി സംസാരിച്ചോ സാർ? അവരെന്താണ് പറയുന്നത്? ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടെല്ലാം ഈ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചു. അവര് ഈ വിഷയം കിട്ടിയ ഉടൻ തന്നെ കുട്ടിയുടെ ഫോട്ടോയും മറ്റും എല്ലാം തന്നെ എല്ലാ സ്റ്റേഷനുകളിലേക്കും അതുപോലെ റെയിൽവേ പോലീസിനും എല്ലാം തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. കുട്ടി പോകാനിടയുള്ളതായിട്ടുള്ള ബസ് സ്റ്റാൻഡുകൾ അതുപോലുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണം വളരെ ശക്തിയായിട്ട് നടക്കുന്നുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് പോലീസുകാർ വെച്ച് പുലർത്തുന്നത്. നമ്മൾ ഈ കൊല്ലത്തായാലും ചാക്കയിലായാലും ഒക്കെ ഈ കുട്ടികളെ ഇങ്ങനെ കാണാതാവുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഊർജിതമായ അന്വേഷണങ്ങളുടെയൊക്കെ ഭാഗമായി വ്യാപകമായ തിരച്ചിലുകളൊക്കെ നടത്തി നമുക്ക് കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞ സാഹചര്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിപ്പോൾ തലസ്ഥാന നഗരിയിൽ തന്നെ ഇത്തരത്തിൽ കുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്ന് പറയുന്നു. എങ്കിൽ കൂടിയും ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു സാർ. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ ഒരു പ്രതീക്ഷ? നിശ്ചയമായിട്ടും പോലീസ് എല്ലാ മേഖലയിലും വല വീശിയിട്ടുണ്ട്. പോലീസിന്റെ ആ വലയിൽ കുടുങ്ങാതിരിക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നല്ല പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. സ്വാഭാവികമായിട്ടും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ മറ്റു വിഭാഗം ആളുകളും ഈ കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു നല്ല വാർത്തയ്ക്കായിട്ട് കാത്തിരിക്കാം.